സുഹൃത്തുക്കളെ നമസ്കാരം. നമ്മുടെ ദീപക് എന്ന ഒരു ചെറുപ്പക്കാരൻ ഇന്ന് നമ്മളെ ഈ ലോകം വിട്ടുപോയി. അതൊരു സ്ത്രീ കാരണമാണ് അത് സംഭവിച്ചതെന്ന് ഈ കേരളത്തിൽ ഈ ലോകത്തെമ്പാടും പല വീഡിയോകളും വരുന്നുണ്ട്. ഈ സ്ത്രീ വിചാരിച്ചു ചെറുപ്പക്കാരല്ല തീപ്പെട്ടിയാണ്, ഇവള് കൊള്ളിയാണ്, അതായത് പെണ്ണുങ്ങൾ കൊള്ളിയാണ്, എല്ലാ പെണ്ണുങ്ങളെയല്ല പറയുന്നത്. അവൾ വിചാരിച്ച അവളെപ്പോലുള്ള തരം താഴ്ന്ന സ്ത്രീകൾ ഓരോ ആണുങ്ങളെ ആയുധമാക്കുമ്പോൾ പലരും പല പേരിലൂടെ ശ്രദ്ധേയമായിട്ട് ആ ശ്രദ്ധ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവളുടെ പരിശ്രമം ഇന്ന് പാഴായിരിക്കുകയാണ്. ആ ഒരു കുടുംബത്തിന്റെ അത്താണി നഷ്ടപ്പെട്ടിരിക്കും. അവൾ ബസ്സിലെ ഉരശി മുട്ടിയൊക്കെ ഒരു വീഡിയോ എടുത്ത് പ്രചരിപ്പിച്ച് ലോകമെമ്പാടും വൈറലാവാൻ ശ്രമിച്ച ഭർത്താവില്ലാത്ത നെറികെട്ട ഈ തെണ്ടി ഇന്ന് നാട് വിട്ടുപോയി. അവിടെ ഏത് ലോകത്ത് നാട് വിട്ടുപോയാൽ കേരള പോലീസുള്ള വിടില്ല. അവർ കൊണ്ടുവരും നമ്മളെ മുന്നിലെ ആ പാവപ്പെട്ട ആ നിരപരാധിയായ കുടുംബം. അതിന്റെ അവസ്ഥ കണ്ടിട്ട് നമുക്ക് ആർക്കും സഹിക്കാൻ പറ്റില്ല. ആ മകൻ ആ പ്രശ്നം കഴിഞ്ഞിട്ട് ഇവളുടെ വീഡിയോ എടുത്തു കഴിഞ്ഞ ശേഷം നേരെ വീട്ടിലോട്ട് ചെന്നിട്ട് അമ്മയോട് പറഞ്ഞത്, അമ്മ എന്റെ അഭിമാനം നഷ്ടപ്പെട്ടു, ഇനി ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല എന്ന്. സത്യത്തിൽ ഒരു മകൻ പറയുമ്പോൾ ഇത്രയും വലിയൊരു ദുരന്തത്തിലേക്ക് പോകും എന്ന് ആ സ്വന്തം അമ്മ വിചാരിച്ചില്ല, ആ കുടുംബം വിചാരിച്ചില്ല. എന്നിട്ട് ആ നാളിൽ ആ സ്ത്രീ ഈ ലോകം വിട്ട് ഈ നാട് വിട്ട് അവള് ഒളിവിലേക്ക് പോയി. പക്ഷെ നിയമത്തിന്റെ മുന്നിൽ അവളെ കൊണ്ടുവന്ന നല്ല ശിക്ഷ. ഇനി ഇതുപോലുള്ള സ്ത്രീകൾക്ക് ഈ ലോകത്തൊരു നീതിയും കിട്ടരുത്. കാരണം ഒരുപാട് ആണുങ്ങളെ വെച്ചുകൊണ്ട് മുതലെടുക്കുന്ന ഒരുപാട് സ്ത്രീകൾ ഈ ലോകത്തുണ്ട്. അതില് ഒരുപാട് പേരുടെ കുടുംബം തടഞ്ഞിട്ടും പെരുവഴിയാകുന്ന ഒരുപാട് ചെറുപ്പക്കാർ നമ്മുടെ മുന്നിൽ. അവളുടെ വിചാരം, ഇങ്ങനെയുള്ളവളുടെ വിചാരം ആണുങ്ങളൊക്കെ തീപ്പെട്ടിയും അവളൊക്കെ കൊല്ലിയുമാണെന്ന് വിചാരിക്കുന്നത്. കാരണം കൊല്ലിയാകുമ്പോൾ ഒരച്ചിട്ട് എരിഞ്ഞു കത്തും. അവരിന്ന് പേരെടുത്തോണ്ടിരിക്കുക. നമ്മുടെ നാട്ടിലെ മാതൃകയായി ജീവിക്കുന്ന സ്ത്രീകൾക്ക് പോലും അപമാനമാണ്. എന്തുകൊണ്ടാണ് പറയുന്നത്? ഓരോ പുരുഷന്മാരെയും ഓരോ സ്ത്രീകൾ ജയിലിനുള്ളിൽ അടയ്ക്കുമ്പോഴും ചിലരൊക്കെ സന്തോഷിക്കാറുണ്ട്, ഇല്ലായ്മ കേസുകളൊക്കെ പറഞ്ഞിട്ട്. നിങ്ങൾ ഒന്ന് ചിന്തിക്കണം. 10 മാസം ചുമന്ന ഒരു അമ്മയുടെ, അല്ലെങ്കിൽ 9 മാസം 9,000 ചുമന്ന് ഒരു കുട്ടിയുടെ ആ പ്രസവം കഴിഞ്ഞാൽ അവരുടെ ജോലി കഴിഞ്ഞു. ഒരായുസ് മൊത്തോ അരയിൽ വെച്ച് കഷ്ടപ്പെട്ട കുടുംബം പുലർത്തിക്കൊണ്ടുവരുന്ന നിങ്ങളോടൊപ്പം ജീവിക്കുന്ന ഓരോ ആണുങ്ങളും നിങ്ങൾ ചിന്തിച്ചിട്ടുള്ള അവരുടെ കഷ്ടപ്പാടുകൾ. ഇന്ന് ഓരോ വീട്ടിലും ഒരു വിലയും കൽപ്പിക്കാണ്ട് നിരവധി ആണുങ്ങൾ കൊഞ്ച് ചെമ്മീൻ ചുരുളും പോലെ ചുരുണ്ട് അവരുടെ വാക്കിനും അവരുടെ മറ്റതിനും ഒന്നിനും വഴിയില്ലാണ്ട് അടിമപ്പെടുന്ന എത്രയോ ചെറുപ്പക്കാരുന്ന നാട്ടിലുണ്ട്. ഇനി അത് ആവർത്തിക്കരുത്. എന്റെ സുഹൃത്തുക്കളെ, ഒന്ന് ചിന്തിക്കുക. ഒരു സ്ത്രീ പെട്ടെന്ന് ഒരു റൂം എടുത്ത് നിങ്ങൾ കൊടുത്ത് നിങ്ങൾ കാത്തിരിക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കണം, നിങ്ങളല്ല റൂം എടുത്തിരിക്കേണ്ടത്, അവരെ കൊണ്ട് റൂം എടുപ്പിക്കണം. എന്നിട്ട് നിങ്ങൾ പോകണം. അങ്ങനെയുള്ള സ്ത്രീകൾ വിളിക്കുന്നിടത്ത് പോകുമ്പോൾ നിങ്ങൾ അല്പം ചിന്തിക്കണം. നിങ്ങൾ റൂം എടുത്ത് നിങ്ങൾ കാത്തിരിക്കരുത്. കാത്തിരിക്കുന്നതിന്റെ ഫലമാണ് ഒരുപാട് തെളിവുകൾ ശേഖരിച്ച് നിങ്ങളെയൊക്കെ മുന്നിൽ വന്ന് ഓരോരുത്തരും നിരപരാധിയായ ചെറുപ്പക്കാരിന്ന് ജയിലിൽ അടയ്ക്കപ്പെടുന്നു. തെറ്റ് ചെയ്യുന്നവർ ഉള്ളിൽ പൊട്ടോട്ടെ, അതിലൊരു വിഷമവുമില്ല. പക്ഷെ ഇതുപോലുള്ള നിരപരാധിയായ കുടുംബത്തിന്റെ അത്താണികൾ പരാലോകം വിട്ടു പോകുമ്പോൾ വളരെ സങ്കടമുണ്ട്. അവളെ പിടിക്കേണ്ട സമയങ്ങൾ കഴിഞ്ഞു. അല്പസമയം കൊണ്ട് അവൾ എത്തേണ്ടടുത്തെത്തി. പക്ഷെ പൊന്നു മോളെ, എടി തെണ്ടി, നീ നോക്കിക്കോ, കേരള പോലീസ് നിസ്സാരമല്ല. അവരെ നിന്നെ പുറലോകത്ത് കൊണ്ടുവരും. ഈ ആത്മാവിന് നിത്യശാന്തി കിട്ടും വരെ ഞങ്ങൾ ഓരോരുത്തരും നിനക്കെതിരെ പ്രവർത്തിക്കുക തന്നെ ചെയ്യും. കാരണം നിന്നെ പുറലോകത്ത് കൊണ്ടുവരും. ഇത്രയും മഹാ ഒരു കള്ളിയാണോ നീ? നിനക്കും കുടുംബവും ബന്ധവുമില്ലേ? എവിടെ ഉണ്ട്? നിന്റെ ഭർത്താവ് നിന്നെ കളഞ്ഞിട്ട് പോയില്ലേ? ഭർത്താവില്ലാത്തവളായോണ്ടല്ലേ നീ ഇതൊക്കെ ചെയ്യുന്നത്? നിനക്കൊരു ഭർത്താവും കുടുംബമുള്ളവളാണെങ്കിൽ മറ്റൊരുത്തന്റെ മുമ്പിൽ നീ വരച്ചിട്ട് വീഡിയോ എടുത്ത് ലോകത്ത് വൈറലാവാൻ നീ ശ്രമിക്കുവോ? അത്ര പരമത്തേണ്ടിയായ സ്ത്രീകളെ നീ ഇനി ഈ ലോകത്ത് ഇരിക്കാൻ പാടില്ല. എത്രയോ അമ്മമാരും സഹോദരികളും ഈ ലോകത്ത് ജീവിക്കുന്നു. എത്രയോ മാന്യമായി ജീവിക്കുന്ന ആൾക്കാരുണ്ട്. നിന്നെ പോലത്തുള്ളവരല്ലേ ഈ ലോകത്തിന്റെ സ്ത്രീ സംരക്ഷണം വരെ നഷ്ടപ്പെടുന്നത്? ഇല്ലേ? നിന്നെ പുറലോകത്ത് കൊണ്ടുവരും. നിന്നെ പോലീസ് അറസ്റ്റ് ചെയ്യും. എത്രയും പെട്ടെന്ന് നിന്നെ അറസ്റ്റ് ചെയ്ത് നിന്നെ ജാമ്യമില്ല വകുപ്പിലാൽ ഉള്ളിലിട്ടതിന് ശേഷമേ നീ പഠിക്കുള്ളൂ. ഇനി ഇതുപോലൊരു സ്ത്രീ ഈ ലോകത്ത് ഉണ്ടാവാൻ പാടില്ല. പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, ഇന്ന് സോഷ്യൽ മീഡിയയിൽ
റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് സർവ്വ തോന്നിയവാസങ്ങളും കാട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് ഞാനും നിങ്ങളും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. കൊച്ചുകുട്ടികൾ മുതൽ തൈക്കിളവികൾ വരെയും എന്തെല്ലാം കോമാളിത്തരങ്ങളാണ് കാട്ടിക്കൂട്ടുന്നത്. ഇസ്ലാമിക വേഷം ധരിച്ചു പോലും ചില തൈക്കിളവികൾ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിനെയും അള്ളാഹുവിന്റെ ഔലിയാക്കളെയും പണ്ഡിതന്മാരെയും ഒക്കെ കളിയാക്കിക്കൊണ്ട് റീൽസുകൾ ചെയ്യുന്ന കാലഘട്ടം. ഫേസ്ബുക്കും ഇൻസ്റ്റയും ഒന്നും തുറക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലൂടെയാണ് ഞാനും നിങ്ങളും പൊക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, മറ്റുള്ളവരുടെ അഭിമാനത്തിന് ക്ഷതമുണ്ടാകുന്ന തരത്തിലുള്ള റീൽസുകളും വീഡിയോകളും ഒക്കെ പ്രദർശിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇന്നൊരു ചെറുപ്പക്കാരൻ ആത്മഹത്യ ചെയ്തു. എന്തുകൊണ്ടാണ് ആത്മഹത്യ ചെയ്തത്? ആ ചെറുപ്പക്കാരന്റെ അഭിമാനത്തിന് ക്ഷതമുണ്ടായി. ആര് കാരണം? ഒരു പെൺകുട്ടി കാരണം. ഒരു പെൺകുട്ടി കാരണം ആ ചെറുപ്പക്കാരന്റെ അഭിമാനത്തിന് ക്ഷതമുണ്ടായി. ബസ്സിൽ കയറിയപ്പോൾ ആ പെൺകുട്ടിയുടെ ദേഹത്ത് തട്ടിയെന്നും പറഞ്ഞ് വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ പ്രദർശിപ്പിച്ചു. തട്ടിയോ ഇല്ലയോ അത് നമുക്കറിയില്ല. വീഡിയോയിൽ ആ ചെറുപ്പക്കാരിയുടെ ഭാഗത്ത് തെറ്റുള്ളതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ആ സമയത്ത് ആ സ്പോട്ടിൽ പ്രതികരിക്കണമായിരുന്നു. അല്ലാതെ വീഡിയോ എടുത്ത് ആ ചെറുപ്പക്കാരന്റെ അഭിമാനത്തിന് ക്ഷതമുണ്ടാക്കരുതായിരുന്നു. ഇപ്പോ അതൊരു ട്രെൻഡായി മാറിയിരിക്കുകയാണ്. ഈ അവസരത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, ഒരിക്കലും മറ്റുള്ളവരുടെ അഭിമാനത്തിന് ക്ഷതമുണ്ടാകുന്ന തരത്തിൽ നമ്മൾ പ്രവർത്തിക്കാൻ പാടില്ല എന്നുള്ളതാണ്. ഞാൻ ഓർത്തുപോകുന്നത് തഴവ ഉസ്താദിന്റെ വരികളാണ്. തെറ്റിന്റെ പേരിൽ ഒരാളെ ആക്ഷേപിക്കലും വന്നെത്തുമേ മൗത്തിന്റെ മുമ്പത് നിന്നിലും.